ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. ഈശോ തന്നെ പറയുകയാണ്, ഞാൻ വിനീത ഹൃദയനാണ് എന്ന്. മറിയവും പറയുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വിനയമുള്ളവരെയാണ് കർത്താവ് കടാക്ഷിക്കുക. അഹങ്കാരിയിൽ നിന്ന് അവിടുന്ന് മുഖം തിരിച്ചു കളയും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല, എന്തെന്നാൽ ദുഷ്ടത അവരിൽ വേരൂന്നി വളരുന്നു. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിൻ്റെ ശക്തി വലുതാണ്, വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും, സാഹസബുദ്ധി അപകടത്തിൽ ചാടും. ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. അഹങ്കാരി പാപം കുന്നുകൂട്ടുന്നു. ഗർവം നാശത്തിൻ്റെ മുന്നോടിയാണ്, വിനയം ബഹുമതിയുടെയും. വിശുദ്ധവും സുശിക്ഷിതവുമായ ആത്മാവ് അഹങ്കാരത്തിൽ നിന്ന് ഓടിയകലുന്നു. വിനയമുള്ളവരെ കർത്താവ് എല്ലാറ്റിലും ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്നും എവിടെയും അവരെ തുണയ്ക്കാൻ അവിടുന്ന് മടിക്കില്ല. പ്രശംസ കൊണ്ട് മയങ്ങിപ്പോവുകയോ വഞ്ചിതരാവുകയോ അർഹിക്കാത്ത ബഹുമാനം സ്വീകരിക്കുകയോ ചെയ്യരുതെന്ന് ചാരിറ്റി സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപക പിതാവ് അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചൻ നമ്മെ ഉപദേശിക്കുന്നു. ഒരു മണൽത്തരി പോലെ എല്ലാവരാലും ചവിട്ടിമെതിക്കപ്പെടുവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. താണ നിലത്തെ നീരോടൂ, അവിടെ ദൈവം കൃപ ചെയ്യൂ എന്ന പഴഞ്ചൊല്ല് നമുക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വിനയശീലം നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഒപ്പിയെടുക്കാം. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.